കൃഷ്ണേന്ദു, ഞാൻ ഇന്നലെ 2 ദിവസം മുമ്പ് ഒരു പ്രോഗ്രാം കണ്ടിരുന്നു. ഒരു ചാനലിലെ പ്രോഗ്രാം, ആ ചാനലിൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. അതിലെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചാണ്. അതിൽ കുറച്ച് പേരുടെ അഭിപ്രായമാണ് സ്ത്രീകൾക്ക് ബഹുമാനം നൽകുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തിലൂടെയാണ്, അല്ലെങ്കിൽ അവർക്ക് മതിപ്പിലോ സമൂഹത്തിന് മതിപ്പ് നൽകുന്നത് നമ്മുടെ വസ്ത്രധാരണമാണ്. അതുമൂലമാണ് ഇന്നത്തെ നാട്ടിൽ ഈ ഒരു അതിക്രമങ്ങളൊക്കെ സ്ത്രീകൾക്കെതിരെ നടക്കുന്നത് എന്ന്. ശരിക്കും അതൊക്കെ തന്നെയാണോ? കൃഷ്ണേന്ദുവിൻ്റെ അഭിപ്രായം എന്താണ്? ആദ്യം തന്നെ ആ ചർച്ച ഞാനും ശ്രദ്ധിച്ചിരുന്നു. അതിനകത്ത് സംസാരിക്കാനായി, അതായത് സ്ത്രീകളുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമല്ല, വസ്ത്രധാരണത്തിൽ സ്ത്രീകൾ കൃത്യമായി ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ തർക്കിക്കാനായി ഒരുപാട് പേർ അവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ്. എന്നെ അതിശയപ്പെടുത്തിയത് ആ കമൻറ്റ് ബോക്സാണ്. അത് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും എത്രമാത്രം പുറകോട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ളത്. കമൻറ്റ് ബോക്സിൽ എല്ലാവരും തന്നെ സ്ത്രീകളുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ല വസ്ത്രം എന്ന് ഉറപ്പിച്ച് പറയുന്നവരാണ്. എങ്ങനെയാണ് അവർക്കത് പറയാൻ സാധിക്കുക എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ, അല്ലെങ്കിൽ എന്നെ വിഷമത്തിലാക്കിയൊരു കാര്യം. പക്ഷേ വിഷമം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലുള്ള അതിക്രമങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും പലരുടെയും വസ്ത്രമല്ലായിരുന്നു അവിടുത്തെ പ്രശ്നം എന്നുള്ളത്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് എന്താണ് ഉത്തരം പറയേണ്ടത്, എന്താണ് മറുപടി പറയേണ്ടതെന്ന് പറയുമ്പോൾ തന്നെ അതിൽ പലരും സംസാരിക്കുന്നത് മറ്റു കാര്യങ്ങളാണ്. സെക്ഷലി സാറ്റിസ്ഫൈഡ് ആവാനുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് അവർ സംസാരിക്കുന്നത്. എത്രമാത്രം പുറകോട്ടാണ് 96% കൂടുതൽ അല്ലെങ്കിൽ 100-നടുത്ത് സാക്ഷരതയുള്ള കേരളത്തിലെ ജനങ്ങൾ സംസാരിക്കുന്നത്. ഈ ഒരു പൊതുവേദിയിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു ബേസിക് ആയിട്ടുള്ളൊരു മാന്യതയുണ്ട്. അത് കാണാനായിട്ട് സാധിച്ചില്ല എന്ന് പറയേണ്ടി വരും. നമുക്കിവിടെ പരിശോധിച്ചാൽ തന്നെ അക്രമം നടക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ നേരെ അക്രമം നടക്കുന്ന സമയത്തൊന്നും ഈ വസ്ത്രധാരണം ആരാണ് നോക്കിയിട്ടുള്ളത്? കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നേരെ, കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു ഉടുപ്പിട്ട് പുറത്തിറങ്ങുന്നതാണ് അവർക്ക് സെക്ഷലി അവരെ അട്രാക്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമുക്കതിനെ കണക്കാക്കാൻ സാധിക്കുക? അതുപോലെ ഈ പറഞ്ഞ വസ്ത്രം സ്ത്രീകൾക്ക് ബഹുമാനം നൽകും എന്നുള്ളത്, അതിൽ തെറ്റാണെന്ന് തെളിയിച്ചിട്ടുള്ള എത്ര കേസുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ പൊട്ടത്തരമാണെങ്കിലും വളരെ വിശദമായി കോൺഫിഡൻസോടെ വിളിച്ചു പറയുന്ന ഒരു സമൂഹം വളർന്നു വരുന്നു, നിലവിലുണ്ട് എന്നുള്ളതും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്യുന്ന അത്തരത്തിലുള്ള ചർച്ച നടത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. അതാണ് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത. ഞാൻ അതിശയിച്ച ഏറ്റവും പോപ്പുലർ ഒരു ചാനലിൽ നിന്നാണ് ഈ ഒരു ചർച്ച വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിപ്പം നമുക്കറിയാം, ഒരു സമയത്ത് നമുക്ക് ബസ്സിൽ കയറാനേ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു സ്ത്രീകൾക്ക്. ആ സമയത്തായിരുന്നു നമ്മൾ കുറച്ച് പേര് വീഡിയോ എടുത്ത് ലീക്കാക്കി പുറത്തൊക്കെ വിടാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ അവർ ഭയക്കാൻ തുടങ്ങിയിരുന്നു ഈ ചെയ്യുന്നവർ. ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ അടിയിൽ കമൻറ്റ് ഞാൻ ഏത് വീഡിയോ ഉണ്ടെങ്കിലും ഞാൻ കമൻറ്റ് വായിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ കമൻറ്റിൻ്റെ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ഷാൾ ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ ആ കുട്ടി കൈയില്ലാത്ത ഉടുപ്പിട്ടതുകൊണ്ടാണ് അങ്ങേര് തട്ടിയത്. അത് അവിടെയും ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാം. നമുക്കറിയാം, ബസ്സിൽ വെച്ച് ഒരു പെൺകുട്ടിയെ തട്ടിയതിൻ്റെ പേരിൽ ജയിലിൽ പോയി തിരിച്ചിറങ്ങിയപ്പോൾ മാലയിട്ട് സ്വീകരിച്ച സമൂഹമാണ് നമുക്കുള്ളത്. ആ ഒരു സമൂഹത്തിൽ നിന്ന് ഈ ഒരു കാര്യങ്ങൾ സംസാരിച്ചതിൽ എനിക്ക് അതിശയമൊന്നുമില്ല. പിന്നീട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കുട്ടികളുടെ കാര്യത്തിൽ വരുമ്പോൾ, ഇപ്പോൾ സ്ത്രീകൾ മുതിർന്നവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഇത് കാരണമാണ് എന്നൊക്കെയാണ് പറയാൻ, ശരി, സമ്മതിച്ചു. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിലോ അപ്പോൾ പറയുന്നത് ഫ്രസ്ട്രേഷൻ, കുട്ടികൾ മാത്രമല്ല വയോധികരെ ഒന്ന് കണക്കിലെടുക്കാം. ഫ്രസ്ട്രേഷൻ മൂലം എനിക്ക് ആ വ്യക്തി പറഞ്ഞ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയുടെ വായിൽ നിന്നാണ് ഒരു വാക്ക് കേട്ട് തങ്ങളുടെ ഫ്രസ്ട്രേഷൻസും അല്ലെങ്കിൽ തങ്ങളുടെ ആ ഒരു വാക്ക് എന്തോ വാക്ക് ഞാൻ ഓർക്കുന്നില്ല, ആ ഒരു കാര്യം കൊണ്ടാണ് ഒരു തിയറിയാണ് അവിടെ നിർത്തിയത്. അതും 1-2 വയസ്സുള്ള കുട്ടികളെ എനിക്കത് മനസ്സിലാവുന്നില്ല ശരിക്കും. അത്രയും വിവരമുള്ള ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ എനിക്കൊന്ന് ഇൻസ്റ്റഗ്രാമിൽ ഇത് പോസ്റ്റ് വന്നപ്പോൾ ഇത് വന്നപ്പോൾ ഒരുപാട് പേര് ഇതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ കുറച്ച് പ്രായം കുറഞ്ഞ വ്യക്തികളാണ് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടേതായ ഒരു കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കി അവിടെ കാണിക്കും. എന്നിരുന്നാലും ഉണ്ട്, നമ്മുടെ ഇടയ്ക്കുമുണ്ട് ഇങ്ങനെ അതിനെതിരെ സംസാരിക്കുന്നവരുമുണ്ട്. പക്ഷേ കൂടുതൽ പേരും അവർ സപ്പോർട്ട്. പക്ഷേ ഈ ഫേസ്ബുക്കിൽ പോവുകയാണെങ്കിൽ, നമ്മൾ യൂട്യൂബിലും പോവുകയാണെങ്കിൽ ഇന്ന് സപ്പോർട്ട് ചെയ്ത് പറ്റും. അതിൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കാണുകയാണെങ്കിൽ സ്ത്രീകൾ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്കെതിരായിട്ട് സംസാരിക്കുന്നത്.
ഇപ്പോൾ ഉപ്പ പറഞ്ഞതുപോലെ ജോളിയുടെ വസ്ത്രധാരണം എന്ത് നല്ല വൃത്തിക്ക് സാരിയൊക്കെ ഉടുത്തായിരുന്നു നടന്നത്. ഗ്രീഷ്മയോ അപ്പോൾ ഒരിക്കലും ഒരു വസ്ത്രധാരണത്തിൻ്റെ പേരിലല്ല ഒരു വ്യക്തിയെ കാണേണ്ടത്. അതൊക്കെ ഓരോരുത്തരുടെ ഒരു ഇഷ്ടമാണ്, ഇത് ഉടുക്കേണ്ടതും എങ്ങനെയാണ് നടക്കേണ്ടതും എന്നുള്ളത്. അതൊരു ചർച്ചയാക്കേണ്ടതോ അതിൻ്റെ പേരിലൊരു ഇത് നടത്തേണ്ടതോ കാര്യമില്ല അവിടെ. നമ്മൾ ഈ ചർച്ച എന്താണ് ചർച്ച അപ്പോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരാൾ പ്രതികൂലമായിട്ടും ആ ഷോയിൽ അങ്ങനെയാണ്, പ്രതികൂലമായിട്ടും അതിന് അനുകൂലമായിട്ടും സംസാരിക്കുന്നവരുണ്ടാവും. പക്ഷെ ഇത്രയും പ്രധാനപ്പെട്ടൊരു വിഷയത്തെ എങ്ങനെയാണ് വസ്ത്രധാരണം കൊണ്ട് തന്നെയാണ് അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്, അതിനെ ഭയപ്പെടുന്നുണ്ട് പുരുഷ സമൂഹം എന്നുള്ളത് എങ്ങനെ അംഗീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കാൻ പറ്റുക? വസ്ത്രധാരണത്തെ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷനുമായിട്ട് അളക്കുന്ന, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ വ്യക്തി, ഉള്ള ആ വ്യക്തി ഇതിനെ ഉപമിക്കുന്നത് ജോലി വരുന്നുള്ള ഫ്രസ്ട്രേഷൻ കാരണം. ജോലി സ്ഥലത്ത് ബോസിനെ ചീത്ത വിളിക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ആ ഒരു രീതിയിലാണ് ഇതിനെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആളുടെ ചിന്താഗതി എങ്ങനെയായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കാം. പോട്ടെ, നമ്മളിപ്പോൾ വസ്ത്രധാരണം പറയുന്നത് പോലെ തന്നെ ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ ഇടങ്ങളിലാണ് സ്ത്രീകൾ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നത്? ഇപ്പോൾ അവർ പബ്ബിലോ അല്ലെങ്കിൽ ബാറിലോ പോകുന്ന സമയത്തല്ല അതിക്രമങ്ങൾ കൂടുതൽ നടക്കുന്നത്. പറയുന്ന ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, എന്തിന് അമ്പലത്തിൽ കയറിയതിന്റെ പേരിൽ എതിരെയും നടക്കുന്നുണ്ട്. അമ്പലത്തിൽ പ്രവേശിച്ചതിന്റെ പേരിൽ ആസിഫ എന്ന് പറയുന്ന കുട്ടിയെ നമ്മൾ മറക്കാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെ നിരവധി കേസുകളാണ് നടക്കുന്നത്. ഉത്തരേന്ത്യയിലെ കേസുകളൊക്കെ പരിശോധിച്ചാൽ ഒരുപക്ഷെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലേക്കും മാറിയേക്കാം. ആ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ നടക്കുന്നത്. ശരിയായ ശിക്ഷ, ഇതിന് കടുത്ത ശിക്ഷ ഇതിനുറപ്പാക്കുകയാണെങ്കിൽ നമുക്കൊരുപക്ഷെ ഇതിനെ തടയിടാനാകും. പൂർണ്ണമായും ഇല്ലാതാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല, തടയിടാനാകും. ഒരു ഭയം, ശിക്ഷയിലൊരു ഭയം, അല്ലാതെ വസ്ത്രത്തിലല്ല, ശിക്ഷയിലൊരു ഭയം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. കുട്ടികൾക്കെതിരെ നടക്കുന്നതിനെങ്കിലും ഒരു ഭയപ്പെടുന്ന ഒരു ശിക്ഷ വേണം. അത് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു കുഞ്ഞു ഇപ്പം പെൺകുട്ടികൾക്ക് മാത്രം, ഇപ്പോൾ ആൺകുട്ടികൾക്കും കുഞ്ഞുങ്ങളെ പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ഒരു ചിന്താഗതി ഉള്ളവരാണ് ചൈൽഡ് അബ്യൂസിനെ മൊത്തത്തിലാണ് അവരങ്ങനെ പറഞ്ഞത് തന്നെ. അപ്പം ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇപ്പോൾ വളർത്തിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു നിയമം ഇനിയെങ്കിലും കൊണ്ടുവന്നാൽ മാത്രമേ പറ്റുകയുള്ളൂ. നമ്മുടെ ഇന്ത്യൻ സംവിധാനം അനുസരിച്ച് ഇത്തരത്തിൽ കടുത്ത ശിക്ഷ ഇല്ല, കാര്യമായിട്ടില്ല. ഇപ്പോൾ പോക്സോ കേസ് പരിശോധിച്ചാൽ അതിലാണ് കൂടുതലും ശിക്ഷ കുറച്ചും കൂടെ ശക്തമായിട്ടുള്ളത്. അല്ലാതെ സ്ത്രീകൾക്ക് നേരെ ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, നമുക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടാവുകയാണെങ്കിൽ പലപ്പോഴും പറയുന്നൊരു കാര്യം പോലീസുകാരുടെ ഭാഗത്തൊന്നും പറയാറുണ്ട്, വിട്ടുകളയാം, ഇതിൻ്റെ പുറകെ നടക്കാൻ സമയമുണ്ടാവില്ല, നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് നമുക്കിത് ഒത്തുതീർപ്പാക്കാം. അപ്പോൾ നമ്മൾ നേരിട്ട അതിക്രമത്തെ ഒരു ഒത്തുതീർപ്പാക്കുന്ന കാര്യത്തിലേക്ക് വരെ മാറുന്നുണ്ട്. സ്ത്രീകൾ അതിനെ സംസാരിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ തന്നെ പൊതുസമൂഹം അവളെയാണ് കുറ്റക്കാരിയാക്കി ചാർത്തപ്പെടുന്നത്. ഇപ്പോൾ ഈ ബസ്സിൽ വെച്ച് യാത്ര ചെയ്തിട്ടുള്ള സ്ത്രീകൾ വീഡിയോ എടുക്കുന്നു. ഒരു പക്ഷേ അവർ വീഡിയോ എടുക്കുന്നത് കൂടുതലും തന്നെ ഈ പറയുന്ന തെളിവിന് വേണ്ടിയിട്ടാണ്. അതിൽ വരുന്ന കമൻറ്റുകളും നമ്മൾ അതിശയപ്പെടുത്തുന്നുണ്ട്. വീഡിയോ എടുക്കുന്ന നേരം കൊണ്ട് നിനക്ക് പ്രതികരിച്ചൂടെ, ഒരു പക്ഷേ തെളിവുണ്ടോ ചോദിക്കും. ആ സമയത്ത് അവൾ പ്രതികരിക്കുകയാണെങ്കിൽ ആ ബസ്സിലാണ് സംഭവം നടക്കുന്നത്, ആ ബസ്സിൽ എത്ര യാത്രക്കാർ ആ പെൺകുട്ടിയോടൊപ്പം നിൽക്കും എന്നുള്ളതൊരു ചോദ്യമാണ്. എല്ലാവരും നിൽക്കണമെന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന ബസ്സിൽ വെച്ചുള്ള അതിക്രമത്തിൻ്റെ സമയത്ത് ഇപ്പോൾ കണ്ടക്ടർമാർ ഒരുപാട് പേർ സഹായിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സംസാരിക്കാത്ത, പ്രതികരണശേഷി ഇല്ലാത്ത കണ്ടക്ടർമാരെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ. ഇതിനെ തടയിടാനാണ് നോക്കേണ്ടത്. ഇത് ഇത്തരത്തിൽ ഒരു ഡിബേറ്റിൽ വെച്ചുകൊണ്ട് വസ്ത്രധാരണത്തെ ഭയക്കുന്നൊരു സമൂഹം പുരുഷന്മാരെ കൊണ്ടിരുത്തുകയും വ്യക്തി സ്വാതന്ത്ര്യമുള്ള അതിനെ കുറച്ചും കൂടെ ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള പ്രോഗ്രസീവ് മൈൻഡുള്ള സ്ത്രീകൾ എതിർഭാഗത്ത് നിന്നുകൊണ്ട് തർക്കിക്കുകയല്ല അവിടെ വേണ്ടത്. ഇതിനെങ്ങനെ പരിഹരിക്കാനാകും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്.